2025 മാർച്ച് 10 വളരെ പ്രസിദ്ധമായ മഹാത്മാഗാന്ധിയുടെ വൈക്കം സന്ദർശനത്തിൻ്റെ ശതാബ്ദി നാം ആഘോഷിച്ചു. വൈക്കത്തെ പ്രസിദ്ധമായ മഹാദേവ ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ നിന്ന് വെളിപ്പാടകലെയാണ് ഇണ്ടംതുരുത്തി മനസ്ഥിതി ചെയ്യുന്നത്. വടക്കങ്കൂർ രാജകുടുംബത്തിൻ്റെ കീഴിൽ നാടുവാഴി പാരമ്പര്യാവകാശവും 48 ബ്രാഹ്മണ കുടുംബങ്ങളുടെ മേൽക്കോയ്മയും ഉണ്ടായിരുന്ന ഇണ്ടംതുരുത്തി നമ്പൂതിരി കുടുംബത്തിൻ്റെ വാസസ്ഥാനമായിരുന്നു ഈ മന. വൈക്കം സത്യാഗ്രഹ കാലത്ത് ഈ വീട് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു. സത്യാഗ്രഹികളുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രഭരണത്തിൻ്റെ മുഖ്യ ചുമതലക്കാരനായ ഇണ്ടംതുരുത്തി നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുമായി ചർച്ച നടത്താൻ മഹാത്മാഗാന്ധി ആഗ്രഹിച്ചു. ആരെയും ചെന്നു കാണുന്ന പതിവില്ലെന്നും കാണാൻ ആഗ്രഹമുള്ളവർക്ക് വന്നു കാണാമെന്നും നമ്പൂതിരിപ്പാട് പറഞ്ഞതനുസരിച്ച് മനയിലെത്തിയ ഗാന്ധിയെയും അനുയായികളെയും അവർണരുമായുള്ള സങ്കല്പത്തിൽ ഐത്യം തീണ്ടിയവരായി കണക്കാക്കി നാലുകെട്ടിൽ പ്രവേശിപ്പിച്ചില്ല. വിലക്കിന് കാരണമായി നമ്പൂതിരി പറഞ്ഞത് ഗാന്ധിജി ഒരു വൈശ്യനായിരുന്നു എന്നാണ്. നീലകണ്ഠനും മറ്റുയർന്ന ജാതി ഹിന്ദുക്കളും വീടിനുള്ളിലിരുന്നപ്പോൾ ഗാന്ധിജിക്ക് പുറത്ത് സ്ഥാപിച്ച ഒരു താൽക്കാലിക പന്തലിലാണ് ഇരുത്തിയത്. നമ്പ്യാതിരിയും ഗാന്ധിയുമായി നടന്ന 3 മണിക്കൂർ നേരത്തെ ചർച്ചയിൽ ഒത്തുതീർപ്പൊന്നും ഉണ്ടായില്ല. ഗാന്ധിജിക്കായി പൂമുഖത്ത് പ്രത്യേകം ഉമ്മറത്തിണ്ണ തന്നെ കെട്ടിയൊരുക്കി ഉണ്ടാക്കി പ്രത്യേക ഇരിപ്പിടങ്ങളും തയ്യാറാക്കി നമ്പൂതിരിപ്പാട് അവരെ ചർച്ചയ്ക്കായി ഇരുത്തിയെന്ന് ചരിത്രം പറയുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇണ്ടംതുരുത്തി മന കള്ളുചെത്ത് തൊഴിലാളികളുടെ യൂണിയൻ ഓഫീസാണ്. ഗാന്ധിജിയുടെ വൈക്കം സന്ദർശനത്തിൻ്റെ ശതാബ്ദി വർഷത്തിൽ ഈ മാറ്റം ഒരു കാവ്യനീതിയായി മാറുകയാണ്.